ആകെ നനഞ്ഞ സ്ഥിതിക്ക് ഒന്ന് കുളിച്ചു കയറാന്ന് കരുതും. അത് നിനക്കവളെ ശരിക്കും അറിയാഞ്ഞിട്ടാ ഗോഡ്വിൻ. രണ്ടും കൽപ്പിച്ച് നടക്കുന്നവളാ അവള്. പോരാത്തതിന് ഇപ്പൊ ചില ലോക്കൽ കണക്ഷൻസും ഉണ്ട്. അത് മതി നാട്ടുകാരിടപെട്ട ആകെ. എന്താ ആ റാഗിംഗ് കേസിന്റെ ക്ഷീണം ഒന്ന് മാറി വരുന്നതിന് മുൻപ് ഇനി പീഡന കേസിലും പ്രതിയാവണോ നിനക്ക്? നിന്റെ മായാന്റെ ആളെങ്ങനെയാടാ? അവളെ വീണ്ടും വലയിലാക്കാനുള്ള മിടുക്കുണ്ടോ അവർക്ക്? ഉണ്ടോന്നോ? കൊള്ളാം. ഉടായിപ്പിന്റെയും തരികിടയുടെയും യൂണിവേഴ്സിറ്റിയാണ് മോളെ അവര്. എന്താ നീ ചോദിച്ചേ? എങ്കിൽ വല പൊട്ടിച്ചു പോയവളെ വീണ്ടും കൂട്ടിലാക്കാൻ പറ അവരോട്. അത്ര മിടുക്ക് അവർക്കുണ്ടെന്ന് തെളിയിച്ചാൽ അവരെ ഞാൻ വേണ്ട രീതിയിൽ ഒന്ന് കാണുന്നുണ്ടെന്നും പറഞ്ഞേക്ക്. അക്കാര്യത്തിൽ അവര് പുലിയാ മോളെ. പക്ഷെ പെണ്ണ് കടുംപിടുത്തം പിടിച്ചാൽ വരണം. അവരുടെ നിയന്ത്രണത്തിലേക്ക് അവളെ കൊണ്ടുവന്നാൽ പിന്നെ അവിടുന്ന് കളി നമ്മൾ അങ്ങോട്ട് ഏറ്റെടുക്കും. പക്ഷേ പന്ത് നമ്മുടെ കോർട്ടിൽ എത്തിക്കേണ്ട ചുമതല അവർക്കാ. അതുകൊണ്ട് നിന്റെ മായാന്റിയോട് ഒന്നുകൂടി ഒന്ന് ഉഷാറാവാൻ പറഞ്ഞേക്ക്. നീ എന്നതാടി ഇവിടെ വന്നിരിക്കുന്നത്? ഒന്നുമില്ല അമ്മച്ചി. എന്നാ നീ അങ്ങ് വല്ലാതിരിക്കുന്നത്? എനിക്കൊരു കുഴപ്പമില്ല. ആഹാ, അത് നീ അങ്ങ് പറഞ്ഞാ പോരല്ലോ. നിന്റെ മുഖം കണ്ടാൽ അറിയാം എന്തോ പറ്റിയെന്ന്. ജോസൂട്ടി അങ്ങ് പോയിട്ട് വന്നപ്പോ മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നു. എന്നാടി കാര്യം? എന്നതാന്ന് വെച്ചാ നീ ഒന്ന് പറ. അതോ വിശേഷം വല്ലതും ആയതാണോടി? ഈ അമ്മച്ചിക്ക് ഇത് എന്നതാ? എന്നാ പിന്നെ നീ പറയണ്ട. മിണ്ടപ്പൂച്ച കളിച്ച് നടന്നോ? എടി അനുജേ, എങ്ങോട്ടാ നീ പോകുന്നത്? ബാക്കിയുള്ളവരെ കൂടി തീ തെറ്റിക്കാതെ കാര്യം എന്നാന്ന് വെച്ചാ പറയടി പെണ്ണേ. എന്നതാ നിന്റെ പ്രശ്നം? പെറ്റതള്ളയോട് പറയാൻ പറ്റതായിട്ട് എന്നതാടി പെങ്കൊച്ചുങ്ങൾക്കുള്ളത്? പ്രശ്നം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞേ പോരെ അമ്മച്ചി. പിന്നെ എന്നെ ഒരുമാതിരി ആവണക്കണ്ണ കുടിച്ച പോലെ ഇരിക്കുന്നേ. ജോസൂട്ടിയായിട്ട് വഴക്കിട്ടോ? അതോ അവന്റെ വീട്ടുകാർ വല്ല മോശമായിട്ട് പറഞ്ഞോ? എന്നാന്ന് വെച്ചാ മര്യാദക്ക് പറഞ്ഞോ. ദേ കൊച്ചേ, കൈയുടെ തണ്ടേ വെച്ചാ അവൻ നിന്നെ കൊണ്ടു നടക്കുന്നത്. ഇതുപോലെ നല്ലൊരുത്തനെ കെട്ടിയോനായിട്ട് കിട്ടാനേ ഭാഗ്യം ചെയ്യണോടി. അഥവാ അവനൊന്ന് വഴക്കു പറയോ ഗുണദോഷിക്കോ ചെയ്താലേ അതങ്ങ് വിട്ടേക്കണം. അല്ലാതെ മനസ്സിലിട്ടത് വളർത്തിയെടുത്ത് കുത്തിത്തിരിപ്പിനും കുന്നായ്മയ്ക്കും ഒന്നും നിന്നേക്കരുത്. നമ്മൾ പെണ്ണുങ്ങൾ വേണം സഹിച്ച് ക്ഷമിച്ച് നിൽക്കേണ്ടത്. അതുപോലെ തന്നെ അവന്റെ വീട്ടുകാരുടെ അടുത്തും. അവരുടെ വായിന്ന് എന്നതേലും പൊട്ടോ പൊടിയോ വീണ പിന്നെ അത് വാലേ കെട്ടി കോലേ കെട്ടി ആൾക്കാരെ തമ്മിലടിപ്പിക്കാൻ നോക്കരുത്. ഒന്നും കണ്ടില്ല കേട്ടില്ല എന്ന് വിചാരിച്ചു നിന്നോണം. അമ്മച്ചി എന്നാത്തിന് ഇപ്പൊ എന്നോട് ഇതൊക്കെ പറയുന്നത്? അങ്ങനെ വല്ലതുണ്ടായെന്ന് ഞാൻ പറഞ്ഞോ? പിന്നെ നീ എന്നാത്തിനടി മോന്തയെ വീർപ്പിച്ച് നടക്കുന്നത്? കാര്യം എന്നതാന്ന് ചോദിച്ചാൽ വാ തുറന്ന് പറയേയില്ല. ഒന്നുമില്ലാന്ന് 1000 തവണ പറഞ്ഞില്ലേ അമ്മച്ചി? അമ്മച്ചി എന്നെ വെറുതെ വീട്. സ്വസ്ഥമായിട്ട് എവിടെയെങ്കിലും പോയി ഒന്ന് ഇരുന്നോട്ടെ ഞാൻ. എന്താ ചേച്ചി ആകെ വല്ലാതിരിക്കുന്നേ? ഞാൻ പോകുന്നതിന്റെ സങ്കടമാണോ? നമ്മുടെ കയ്യിൽ നിന്ന് വാടക കാശ് പോലും വാങ്ങാതെ ഇവിടെ താമസിപ്പിക്കുന്നില്ലേ ഇക്കാമ്മ? അപ്പോ അവരെ സഹായിക്കാനുള്ള ചുമതല നമുക്കില്ലേ? അതുകൊണ്ടല്ലേ ഞാൻ പോകുന്നത്. പോയിട്ട് ഞങ്ങൾ ഒരുപാട് വൈകാതെ തിരിച്ചു വരാം കേട്ടോ. അതുവരെ എന്റെ ചേച്ചിക്കുട്ടി നല്ല മിടുക്കി കുട്ടിയായിട്ടിരിക്കണം. സമാധാനായി. മോൾ ഇവിടെ കാണുമെന്ന് സംശയിച്ച് ആന്റി ഇങ്ങോട്ട് വന്നത്. വിളിച്ചു നോക്കാൻ മോളുടെ കയ്യിൽ മൊബൈലും ഇല്ലല്ലോ. എന്തായാലും പോയി നോക്കാന്ന് കരുതി ഇറങ്ങിയതാ.
വന്നതേതായാലും വെറുതെ ആയില്ലല്ലോ. എന്തിനാ നിങ്ങൾ ഇങ്ങോട്ട് വന്നത്? എന്നെ അങ്ങോട്ട് വിളിക്കാനാണെങ്കിൽ വേണ്ട. ഞാൻ ഇനി അങ്ങോട്ട് വരില്ലെന്ന് തീർത്തു പറഞ്ഞിട്ടല്ലേ പോകുന്നത്. പിന്നെന്തിനാ? അയ്യോ, മോൾ ഇങ്ങനെ തോക്കിക്കേറി വെടിവെക്കല്ലേ. ആന്റി ഒന്ന് പറയട്ടെ. അന്ന് ആന്റിക്ക് ഒരു അബദ്ധം പറ്റിയതല്ലേ ഗൗരിമോളെ? സത്യത്തിൽ അവൻ അങ്ങനെ ഒരു കുരുത്തക്കേട് കാണിക്കുമെന്ന് ആന്റി സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല. നീ പോയതിനു ശേഷം ആന്റി അവനെ ഫോണിൽ വിളിച്ച് ഒരുപാട് ചീത്ത വിളിച്ചു. ഇനി മേലിൽ നമ്മുടെ പാർലറിലേക്ക് കയറി പോകരുതെന്ന് താക്കീതും ചെയ്തു. സത്യത്തിൽ അവൻ മോള് വിചാരിക്കുന്നത് പോലെ കുഴപ്പക്കാരനൊന്നും അല്ല കേട്ടോ. ഒരു തമാശ അത്രേ അവനും കരുതിയുള്ളൂ. വേണ്ട, അയാൾക്ക് തമാശ കാണിക്കാനുള്ള ആളല്ല ഞാൻ. ഒരു ജോലി കൂടി ചെയ്യുമ്പോ ഒരു വരുമാനം കൂടി ആവുമല്ലോ എന്ന് കരുതി. അതാ നിങ്ങൾ നിർബന്ധിച്ചപ്പോ ഞാൻ അങ്ങോട്ട് വന്നത്. അതും സ്ത്രീകൾക്ക് മാത്രമുള്ള പാർലറാണെന്ന് കരുതിയിട്ട്. പക്ഷെ പാർലറിന്റെ മറവിൽ അവിടെ നടക്കുന്നതൊക്കെ പുറത്തു പറയാൻ കൊള്ളാത്ത കാര്യങ്ങളാണെന്ന് വൈകിയാ ഞാൻ മനസ്സിലാക്കിയത്. അങ്ങനെ വഴിവിട്ട് ജീവിക്കാനൊന്നും എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ ആ ജോലി മതിയാക്കിയത്. അയ്യോ, മോൾ ആന്റിയെയും ആന്റിയുടെ പാർലറിനെ പറ്റിയും വല്ലാതെ തെറ്റിദ്ധരിച്ചു പോയല്ലോ. എന്റെ ഗൗരിമോളെ, നീ കരുതുന്നത് പോലെ ആന്റി അത്ര മോശക്കാരിയൊന്നും അല്ല കേട്ടോ. പിന്നെ അന്ന് അങ്ങനെ ഉണ്ടായത് ഞാൻ പറഞ്ഞല്ലോ, അവന്റെ ഒരു തമാശ. ഞങ്ങളുടെ പാർലറിലെ പെൺകുട്ടികളെയൊക്കെ അവന് വലിയ കാര്യമാണ്. ഇടയ്ക്കിടെ വരുമ്പോ അവൻ ചുമ്മാ അവരെയൊക്കെ ഒന്ന് പിച്ചയും മാന്തയും കളിയാക്കുകയൊക്കെ ചെയ്യും. അതും അവർക്കൊരു തമാശയാ. പോകാൻ നേരത്തെ അവൻ നല്ല ടിപ്പും കൊടുക്കും. അല്ലാതെ അതിനപ്പുറം ഒന്നുമില്ല മോളെ. വേണ്ട മാഡം, അവന് തമാശ കാണിക്കാനുള്ള ആളല്ല ഞാൻ. അങ്ങനെ തമാശ കളിക്കാൻ നിന്നു കൊടുക്കുന്ന ജോലി എനിക്ക് വേണ്ട. മാന്യമായി ജോലി ചെയ്ത് കിട്ടുന്ന വരുമാനം മാത്രം മതി എനിക്ക് കഴിയാൻ. നിങ്ങൾ ഇവിടെ വന്ന് സ്നേഹം കാണിച്ചപ്പോ അത് ആത്മാർത്ഥമായിട്ടാണെന്ന് തെറ്റിദ്ധരിച്ചത് എന്റെ തെറ്റ്. നിങ്ങൾ ഇനി എന്ത് പറഞ്ഞാലും എന്ത് ന്യായം നിരത്തിയാലും അവിടുത്തെ സെറ്റപ്പ് എന്താണെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ജീവിക്കാനായിരുന്നെങ്കിൽ ഗൗരിക്ക് നിങ്ങളുടെ സഹായം ഇല്ലാതെ തന്നെ ആവാമായിരുന്നു. മാഡം പോവാൻ നോക്ക്. ആഹാ, മോളിതുവരെ പോയില്ലായിരുന്നോ? അല്ല മാഡം എപ്പോ വന്നു? ഇപ്പൊ വന്നതേ ഉള്ളൂ സുന്ദരേട്ടാ. ഇതുവഴി പോയപ്പോ ഇവളിവിടെ ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടിട്ട് പോവാന്ന് വിചാരിച്ച് കയറിയതാ. ഇക്കാമ പോയോ? ഓ, അവള് നേരത്തെ അങ്ങ് പോയി. ഇപ്പൊ ഞാൻ കൂടെ ചെന്നില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. ദേ ഇവൾക്കാ ഇപ്പൊ ഫുൾ ഡ്യൂട്ടി. അതും ഒരു കണക്കിന് നന്നായി. വയ്യാത്ത ഞാൻ അവിടെ പോയിട്ട് എന്നാ ചെയ്യാനാ? ഇവളാവുമ്പം അവക്കൊരു കൈ സഹായമാവും. പിന്നെ ആ നേരത്ത് ഇവിടെ ചേച്ചിയെ നോക്കി എനിക്കിവിടെ ഇരിക്കാമല്ലോ. എന്നാലും ഇവളെ തട്ടുകടെ ജോലിക്ക് നിർത്തുക എന്നൊക്കെ പറഞ്ഞ അതും രാത്രിയില് പലതരക്കാര് വന്നു പോണ സ്ഥലമല്ലേ. അത് വേണ്ടിയിരുന്നില്ല. അത് വേണ്ടെന്ന് ഞാനും വെക്കാവൂ ആവുന്നത്ര പറഞ്ഞു നോക്കി. അത് ഇവള് കേക്കണ്ടേ? 24 മണിക്കൂറും ഇതുപോലെ ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുന്ന ഒരാളെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. എന്തൊക്കെ പറഞ്ഞാലും ഇവളെ പോലെ ഒരു സുന്ദരിയായ കൊച്ചിനെ രാത്രി തട്ടുകടയിൽ നിർത്തുന്നത് ഒട്ടും ശരിയല്ല സുന്ദരേട്ടാ. ഒരു ശരികേടും ഇല്ല മാഡം. ആ ജോലിക്ക് ഒരു കുഴപ്പമില്ല. മൂടിയും മറച്ചും ചെയ്യുന്ന ജോലിയേക്കാൾ എന്തുകൊണ്ടും സുരക്ഷിതമാണ് രാത്രി ഇക്കാമയുടെ കൂടെ തട്ടുകടയിൽ നിൽക്കുന്നത്. അവിടെ ഒരുത്തനും തമാശക്കളിക്ക് വരികയില്ല. അത് ശരിയാ. ഇക്കാമ ഉള്ളടുത്ത് വേലത്തുരവും കൊണ്ട് ഈച്ച പോലും വരില്ല എന്ന് ആർക്കും അറിയാൻ പാടില്ലാത്തത് അല്ലേ സുന്ദരേട്ടാ? പിന്നെ അല്ലാതെ അവളുടെ വായിന്ന് വീഴുന്നത് കേട്ടാൽ സാക്ഷാൽ ദൈവം തമ്പരാൻ പോലും 100 കിലോമീറ്റർ സ്പീഡിൽ ഓടത്തില്ലയോ? ആ മോളെ, നീ ഒന്ന് വന്നേ. ആന്റി ഒരു കാര്യം പറയട്ടെ. അത് പറയാനായിട്ടാ ആന്റി ഇങ്ങോട്ട് വന്നത്. വന്നേ, വാ മോളെ. ചെല്ലു മോളെ. നിന്നോട് ഇഷ്ടമുള്ളതുകൊണ്ടല്ലേ മോളെ ആന്റി വീണ്ടും വന്നത്? നീയും ചേച്ചിയൊക്കെ എങ്ങനെയാ കഴിഞ്ഞവരെന്ന് അറിഞ്ഞപ്പോ മുതല് എനിക്ക് നിന്നോടുള്ള ഇഷ്ടം കൂടിയിട്ടേ ഉള്ളൂ. നോക്ക്, നിനക്ക് നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു നേടാനുള്ള മിടുക്കും തന്റെ ഇടവും നിനക്കുണ്ട്. അതിനു പറ്റിയ പ്രായവുമാണ്. ഇനി വേണ്ടതേ മനസ്സാ. മോള് മനസ്സ് വെച്ചാ അത് നടക്കും. ആന്റി തുറന്നു പറയാലോ, മോളുടെ അവസ്ഥ എനിക്കും ഉണ്ടായിരുന്നു. ഒരു പ്രാരാബ്ധ കുടുംബത്തിൽ ജനിച്ചു വളർന്നവളാ ഞാൻ. അച്ഛനും അമ്മയും അവരവർക്ക് തോന്നിയ വഴിയിൽ പോയപ്പോൾ എനിക്ക് താഴെയുള്ള 2 ബാധ്യത കൂടി എൻ്റെ തലയിലായി. ചെമ്മീൻ കമ്പനിയിലും ഐസ് ഫാക്ടറിയിലും ഒക്കെ പണിക്ക് പോയാൽ എന്ത് കിട്ടാൻ? അപ്പോഴേ ജോലി ചെയ്തിരുന്ന കമ്പനിയിലെ മുതലാളിക്ക് എന്നോടൊരു ഇഷ്ടം തോന്നിയത്. അച്ഛനേക്കാൾ പ്രായമുള്ള ഒരുത്തൻ. ആദ്യമൊക്കെ ഞാനും നിന്നെപ്പോലെ മടിച്ചു നിന്നതാ. പിന്നെ വീട്ടിലെ അവസ്ഥയെപ്പറ്റിയൊക്കെ ആലോചിച്ചപ്പോൾ ഞാനും അങ്ങ് കണ്ണടച്ചു. അതോടുകൂടി എൻ്റെ സമയം തെളിഞ്ഞു എന്ന് പറഞ്ഞാൽ മതിയല്ലോ മോളെ. അവിടുന്ന് അങ്ങോട്ട് ഒരു കമ്പിലും ഉറപ്പിക്കാതെ തെന്നിയും തെറിച്ചു ഞാനങ്ങ് പറക്കാൻ തുടങ്ങി. ദേ,
ഇപ്പൊ ആന്റിക്ക് ഇല്ലാത്തതായി ഒന്നുമില്ല. ഇവിടെ എറണാകുളത്തുമായി സ്വന്തമായി ഫ്ലാറ്റ്, കാറ്, ബിസിനസ്, അങ്ങനെ എല്ലാ സൗകര്യവും ഉണ്ട്. അതുമാത്രോ വലിയ വലിയ ആൾക്കാരുമായിട്ട് വളരെ അടുത്ത ബന്ധം. പോലീസുകാര്, രാഷ്ട്രീയക്കാര്, സിനിമാക്കാര്, അങ്ങനെ ആന്റിക്ക് ബന്ധമില്ലാത്തവരായി ആരുമില്ലെന്നേ. അതാ ഞാൻ പറഞ്ഞത്, മനസ്സ് വെച്ച മോക്കും ആന്റിയെ പോലെ ആവാന്ന്. നമ്മൾ നമ്മുടെ സൗന്ദര്യം ബുദ്ധിപരമായിട്ട് ഉപയോഗിക്കണം. മോള് മിടിക്കായതുകൊണ്ട് കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് അതിന്റെ ഗുണം കിട്ടുമെന്ന് ഉറപ്പാ. മതി, നിർത്ത്. കുറെ നേരം ആയല്ലോ നിങ്ങൾ ഇവിടെ കിടന്ന് എന്നെ മയക്കിയെടുക്കാൻ നോക്കുന്നു. നിങ്ങൾ ഇന്ന് മുഴുവൻ ഇവിടെ നിന്നിങ്ങനെ പറഞ്ഞു കൊതിപ്പിച്ചാലും നിങ്ങളുടെ ഈ പഞ്ചാര വർത്തമാനത്തിൽ ഗൗരി വീഴില്ല. നിങ്ങളുടെ അച്ഛനും അമ്മയും തോന്നിയ വഴിക്ക് പോയതുകൊണ്ടാവും നിങ്ങളും ഇങ്ങനെയൊക്കെ ആയത്. പക്ഷേ എന്റെ അമ്മയും അച്ഛനും അങ്ങനല്ലായിരുന്നു. ജീവിക്കാൻ നിവൃത്തിയില്ലാതെ ആയപ്പോ മരണത്തിന് ഞങ്ങളെ ഒപ്പം കൂട്ടാൻ ശ്രമിച്ചവരാ. അത്രയ്ക്കും ജീവനായിരുന്നു, സ്നേഹമായിരുന്നു ഞങ്ങളെ. കണ്ണൊന്ന് അടച്ചു പിടിച്ച ഇപ്പോഴും എന്റെ അച്ഛന്റെ അമ്മയുടെയും നെഞ്ചിലെ ചൂട് എനിക്ക് അനുഭവിക്കാം. ആ ചൂട് അവിടെ അങ്ങനെ ഉള്ളിടത്തോളം കാലം ഗൗരിക്ക് വഴി തെറ്റില്ല. മാനം വിറ്റ് ജീവിക്കില്ല അവള്. അങ്ങനെ ജീവിക്കാൻ ക്ഷണിക്കാൻ ആരെ അനുവദിക്കുകയില്ല. കാറും ബംഗ്ലാവും ബിസിനസ്സും എന്നൊക്കെ പറഞ്ഞ് എന്നെ കൊതിപ്പിക്കാൻ മെനക്കെടണ്ട. കണ്ണു തുറന്ന പ്രായം മുതൽ ഞാനും അതൊക്കെ കണ്ടിട്ടുള്ളതാ, ഒരുപക്ഷെ നിങ്ങളെക്കാൾ കൂടുതൽ. ഇനി ഇങ്ങനൊരു ജീവിതമാണ് ദൈവം എനിക്കും എന്റെ ചേച്ചിക്കും വിധിച്ചിട്ടുള്ളതെങ്കിൽ എനിക്കതിലാരോടും പരാതിയില്ല. കൂലിപ്പണി എടുത്തിട്ടാണെങ്കിലും ഞാനും എന്റെ ചേച്ചിയും ജീവിക്കും, നല്ല അന്തസ്സോടും ആത്മാഭിമാനത്തോടും കൂടി. അല്ല മോളെ, ഞാൻ മതി, കൂടുതൽ വിസ്തരിക്കണമെന്നില്ല. നിങ്ങൾ ഏത് തരക്കാരിയാണെന്ന് അറിഞ്ഞപ്പോ തന്നെ നിങ്ങളോട് ഞാൻ ബൈ പറഞ്ഞിറങ്ങിയതാ. ഇനി എന്തൊക്കെ പറഞ്ഞാലും എന്നെ ഒപ്പം കൂട്ടാന്ന് നിങ്ങൾ കരുതിയും വേണ്ട. മര്യാദയ്ക്ക് ഇവിടെ ഇറങ്ങി പോവാൻ നോക്ക്, അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ നിങ്ങൾ ആരാണെന്ന് എനിക്ക് എല്ലാവരോടും പറയേണ്ടി വരും. മോളൊന്ന് നിന്നെ. അപ്പൊ നല്ല വാക്ക് പറഞ്ഞ ഗൗരിമോൾ അനുസരിക്കില്ല അല്ലേ? ഈ ആന്റിയുടെ പക്കൽ എല്ലാ ആയുധവും ഉണ്ട് മോളെ. ആദ്യം മര്യാദയ്ക്ക് സ്നേഹത്തോടെ പറഞ്ഞു നോക്കും. എന്നിട്ടും മെരുങ്ങിയില്ലെങ്കിൽ ആന്റി ഇത്തിരി ദേഷ്യപ്പെടും. അതിന് ഒതുങ്ങാൻ കൂട്ടാക്കിയില്ലെങ്കിൽ തള്ളിക്കളയില്ല, തല്ലിയങ്ങ് കെടുത്തു ഞാൻ. നിങ്ങളെന്താ എന്നെ ഭീഷണിപ്പെടുത്താൻ നോക്കുന്നോ? ഹേയ്, അങ്ങനെ ഭീഷണിയിലൊന്നും ഒതുങ്ങുന്നവളല്ല നീയെന്ന് എനിക്ക് നേരത്തെ തോന്നിയിരുന്നു. അതുകൊണ്ട് വേണ്ട ചില മുൻകരുതലുകളും എടുത്തിരുന്നു. ഓക്കേ, ആന്റി ഒരു കാഴ്ച കാണിച്ചു തരാം. ദേ, ഈ വീഡിയോ ക്ലിപ്പ് ഒന്ന് കണ്ടു നോക്കിയേ. മോളുടെ ചേച്ചിയുടെ കോലം കണ്ടില്ലേ? ഒരു നൂൽബന്ധവും ഇല്ലാതെ. ആന്റിക്ക് ഇതെങ്ങനെ കിട്ടിയെന്നാവും മോളിപ്പോ ആലോചിക്കുന്നതല്ലേ? അന്ന് ചേച്ചിക്കും മോൾക്കും പുതിയ ഡ്രസ്സും വാങ്ങി ആന്റി അങ്കിളും കൂടെ വന്നത് ഓർമ്മയുണ്ടോ? അവളെ അതൊക്കെ ഇടിയിച്ചപ്പോ ആന്റിക്കൊരു കൗതുകം തോന്നി എടുത്തു വെച്ചതാ. ഭാവിയിൽ എപ്പോഴെങ്കിലും ഒരു ഉപയോഗം വരുമെന്ന് എനിക്കറിയായിരുന്നു. ഈ ബിസിനസ്സിനെ കാര്യങ്ങളൊക്കെ മുൻകൂട്ടി കാണാനുള്ള കഴിവുകളൊക്കെ വേണം മോളെ. എന്തിനാ നിങ്ങളത് എടുത്തത്? എന്തിനാണെന്ന് മര്യാദയ്ക്ക് അത് ഡിലീറ്റ് ചെയ്യാ ഞാൻ. പക്ഷേ അത് മോള് പാർലറിൽ തിരിച്ചു വന്നതിന് ശേഷം മാത്രം. നിന്റെ ചേച്ചി നിനക്ക് ജീവനാണെന്ന് എനിക്കറിയാം. അതുകൊണ്ടാ ഞാൻ ഇത് വെച്ച് വിലപേശുന്നത്. നീ തിരിച്ചു വന്നാൽ നിന്നെ കൂടെ ബോധ്യപ്പെടുത്തി ഞാനിത് ഡിലീറ്റ് ചെയ്യാം. അതല്ല അതിബുദ്ധി കാണിച്ച് എന്നോട് മത്സരിക്കാനാണ് നീ ശ്രമിക്കുന്നതെങ്കിൽ നിന്റെ ചേച്ചിയുടെ ഈ രൂപം യൂട്യൂബിൽ ചെറുപ്പക്കാര് പിള്ളേര് ലൈക്സും കമന്റും വെച്ച് തകർക്കും. വന്നില്ലെങ്കിലുള്ള ആ നഷ്ടം ഞാൻ ഈ വീഡിയോ ക്ലിപ്പ് വിറ്റങ്ങ് തീർക്കും. എന്ത് പറയുന്നു നീ? എടുത്തു ചാടി ഒരു തീരുമാനം പറയണ്ട. 3 ദിവസം അതുവരെ ഞാൻ കാക്കും. അതിനുള്ളിൽ നീ പാർലറിൽ തിരിച്ചു വന്നില്ലെങ്കിൽ ഇല്ല, മോള് വരും. നല്ല കുട്ടിയാ നീ. ചേച്ചിയെ നിനക്ക് ജീവനായതുകൊണ്ട് വരാതിരിക്കാൻ കഴിയില്ല എന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഞാൻ വെയിറ്റ് ചെയ്യാം. പോട്ടെ മോളെ.
തരത്തിൽ മനസമാധാനത്തോടെ ജീവിക്കാൻ അനുവദിക്കില്ലേ? അല്ലെങ്കിൽ ചേച്ചിയെ പറഞ്ഞിട്ട് എന്തിനാ? എല്ലാം എന്റെ തലവിധി. അവരെ കാണാനും പരിചയം പുതുക്കാനും ഒന്നിനും പോണ്ടായിരുന്നു. ആരോടാ ഇതൊക്കെ ഒന്ന് പറയാ? എനിക്കറിയില്ല, എനിക്കൊന്നും അറിയില്ല. അയ്യോ പാവം. ചായക്ക് മധുരം കുറവാണോ മോനെ? ഇല്ലമ്മച്ചി കറക്റ്റാ. പിന്നെ നീ എന്തിനാടാ പെങ്കൊച്ചിനെ നോക്കി നോണ ചേർക്കുന്നത്? വേഗം കുടിച്ചിട്ട് കാശ് വെച്ചിട്ട് പോടാ, ഇല്ലെങ്കിൽ തിളച്ച എണ്ണ പോലെ ഞാൻ മോന്തൊക്കെ ഒഴിക്കും, പറഞ്ഞേക്കാം. നിനക്കെന്താടി വായിൽ നാക്കൊട്ടി കിടക്കുവാണോ? ആരെങ്കിലും വന്ന് വല്ലതും പറഞ്ഞാലേ നല്ലതങ്ങോട്ട് പറഞ്ഞു കൊടുക്കണം, അല്ലെങ്കിൽ അവന്മാര് ഇറച്ചിക്കടയുടെ മുമ്പിൽ പട്ടി നിൽക്കുന്നത് പോലെ ഇവിടെ സ്ഥിരമാക്കിക്കൊള്ളും. നിനക്കിത് എന്ത് പറ്റിയടി കൊച്ചേ? 1-2 ദിവസമായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നു. കണ്ണെത്തുന്നിടത്തൊന്നും അല്ലല്ലോ നിന്റെ മനസ്സ്. എന്താടി കാര്യം? ഒന്നുമില്ല കമ്മേ. പിന്നെന്താ നിനക്കൊരു വാട്ടം? നേരെ ചൊവ്വേ ചാപ്പാട് പോലും കഴിക്കുന്നില്ലല്ലോ. എടി എടി, വല്ലോനും വന്ന് കണ്ണും കലാശവും വല്ലതും കാണിച്ചോടി. അങ്ങനെ വല്ല അഹമ്മദിയും കാണിച്ച ചട്ടവും പഴിപ്പിച്ചാൻ പുറത്തു വയ്ക്കും. വീട്ടിൽ ഒരുത്തി ഇരിക്കുന്നുണ്ടോ? ഇനി ചേച്ചിയുടെ കൂട്ട് അനിയത്തിക്കുവാൻ ഗതി വരണോടി. തല്ലിക്കൊന്ന് ഞാൻ കായലി കളയും. ഇക്കാമ്മ ഇത് എന്തറിഞ്ഞിട്ടാ? എന്നെ ആരും കണ്ണും കലാശവും ഒന്നും കാണിച്ചിട്ടില്ല. പിന്നെ എന്തിനാടി നീ ഇങ്ങനെ ഏതു നേരവും താങ്ങി തൂങ്ങിയിരിക്കുന്നത്? ഓടിച്ചാടി നടന്നവളിങ്ങനെ മിണ്ടാട്ടം മുട്ടി ഇരിക്കണമെങ്കിലേ അതിലെന്തെങ്കിലും കാര്യം കാണാതിരിക്കോ? എന്താ മോളെ, നിനക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ? ഉണ്ടെങ്കിൽ നിന്റെ പെറ്റമ്മയോട് പറയുന്നത് പോലെ ഈ അമ്മയോട് പറ. ഒന്നുമില്ല. ഞാൻ പറഞ്ഞത്, മനസ്സ് വെച്ച മോക്കും ആന്റിയെ പോലെ ആവാന്ന്. നമ്മൾ നമ്മുടെ സൗന്ദര്യം ബുദ്ധിപരമായിട്ട് ഉപയോഗിക്കണം. മോള് മിടിക്കായതുകൊണ്ട് കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് അതിന്റെ ഗുണം കിട്ടുമെന്ന് ഉറപ്പാ. എവിടെ നോക്കിയാ വെച്ചാ ചവിട്ടുന്നേ? ദിവസം കണ്ടാണോ റോഡിലൂടെ വരുന്നേ? സോറി ചേട്ടാ. എന്തോ സോറി? ഇടിച്ചിരുന്നെങ്കിൽ ഇപ്പൊ എന്നെ നാട്ടുകാർ കൈവച്ചനെ. ഏവനെയൊക്കെ ഓർത്തിട്ടാ മെനക്കെടുക്കാനായിട്ട് വന്നോളൂ. ആ ചെല്ലി ചെല്ലി പോ. അങ്ങനെ ഒന്നുമില്ലെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല. തന്നെ ഇത്രയും ദിവസം കണ്ട് പരിചയമുള്ള സ്ഥിതിക്ക് എനിക്ക് ഉറപ്പാ കാര്യമായിട്ട് അലട്ടുന്ന എന്തോ ഒന്നുണ്ട് തന്റെ മനസ്സിൽ. എന്താന്ന് വെച്ചാ പറയടോ, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. ഒന്നുമില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. അത് കള്ളമെന്ന് ഞാനും പറഞ്ഞല്ലോ. എത്ര നേരം വേണമെങ്കിലും നമുക്കിത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കാം. പക്ഷെ അതല്ലല്ലോ ആവശ്യം. ഗൗരി, യു ആർ ഇൻ ട്രബിൾ. സോ അതെങ്ങനെ സോൾവ് ചെയ്യണമെന്ന് വേണം നമ്മളിപ്പോൾ ആലോചിക്കാൻ. പിന്നെ എന്നോട് ഷെയർ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ താൻ ഷെയർ ചെയ്യടോ. ഈ മണ്ടൻ തലയിലും ഇടയ്ക്കിടയ്ക്ക് നല്ല ഐഡിയാസ് മിന്നാറുണ്ട്. അതുകൊണ്ട് താൻ ധൈര്യമായിട്ട് പറയടോ. ഞാൻ ഇയാളുടെ നല്ലൊരു ഫ്രണ്ടാണെന്ന് തനിക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ താൻ പറ. ഒന്നുമില്ല ഗൗരി, ഞാൻ ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ. ഇയാളോട് പറഞ്ഞാലും അത് സോൾവ് ചെയ്യാൻ പറ്റില്ല. ഗൗരി, ഗൗരി,